വെൽക്കം ടു എജുവാലി. നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ ക്ലാസ്സുകളാണ് നോക്കുന്നത്. ഇലക്ട്രിക്കൽ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ITI, ഡിപ്ലോമ, ഡിഗ്രി ലെവൽ എല്ലാ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ ഇലക്ട്രിക്കൽ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇനി വരാനിരിക്കുന്ന ഈ വർഷം വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സസ് ആണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ ടോപ്പിക് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റർ ഒരു സർക്യൂട്ടിനകത്ത് സീരീസ് ആയിട്ട് അതുപോലെ തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ഇൻ ഓൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സീരീസ് കണക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ആദ്യം നമ്മൾ സീരീസ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സീരീസ് കണക്ഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കും, അതിന്റെ എൻഡിനോട് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആൻഡ് അതിന്റെ എൻഡിലേക്ക് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതിനെയാണ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, എൻഡ് ടു എൻഡ് കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സീരീസ് കണക്ഷൻ എന്ന് പറയാ. ഒരു റെസിസ്റ്ററിന്റെ എൻഡിലേക്ക് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അതിന്റെ എൻഡിലേക്ക് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ളതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുക. ആൻഡ് അത് നമ്മൾ ഒരു സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ പറയാണ്, ഇങ്ങനെ ഒരു സെൽ അല്ലെങ്കിൽ ബാറ്ററി കാണിക്കുന്ന സമയത്ത് ഇതിന്റെ ഏത് വരെയാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളത് അറിയാലോ. ലോങ് ആണ് എന്ത്, പോസിറ്റീവ്. ഷോർട്ട് എന്താണ്, നെഗറ്റീവ് ആണ്. ഇത് എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഷോർട്ട് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് അല്ലെ, ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് എന്ന് എഴുതുന്നത്, ഏകദേശം വളയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ എഴുതുന്നത്, ഷോർട്ടിൽ ഒരു വളവുണ്ട്, നെഗറ്റീവിലും അങ്ങനെ ഒരു വളവുണ്ട്, എസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാം കേട്ടോ, മാറിയും തിരിഞ്ഞും പോകുന്നവർക്ക്. ഓക്കെ, അപ്പൊ സീരീസ് കണക്ഷനകത്ത് ഒരു റെസിസ്റ്ററിന്റെ എൻഡിലേക്ക് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അതിന്റെ എൻഡിലേക്ക് അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട്. അപ്പോൾ സീരീസ് കണക്ഷൻ ആണ് പറയുന്നത്. സോ എങ്ങനെയാണ്, റെസിസ്റ്റർ എന്ത് ചെയ്തേക്കാണ്, എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തേക്കാണ്. എന്നിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെൽ അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിന്റെ പോസിറ്റീവ് സൈഡാണ്, ഇത് നെഗറ്റീവ് സൈഡാണ്. അപ്പോ കറണ്ട് എപ്പോഴും ഒഴുകുന്നത് എവിടേക്കാണ്, കറണ്ട് എപ്പോഴും ഒഴുകുന്നത് എവിടുന്ന, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയേ, എങ്ങനെയാണ് കറണ്ട് ഒഴുകുക, ഈ സർക്യൂട്ടിനകത്ത് കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുക. അപ്പൊ ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത്. ആൻഡ് ഈ റെസിസ്റ്റേഴ്സിന് ഞാൻ പേര് കൊടുക്കുകയാണ്, R1, R2, R3 എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ R1ന്റെ അക്രോസ് ഒഴുകുന്ന കറണ്ടും R2യിലൂടെ ഒഴുകുന്ന കറണ്ടും R3യിലൂടെ ഒഴുകുന്ന കറണ്ടും എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ, കറണ്ട് സെയിം ആണ്, കറണ്ട് സെയിം ആണ്. പിന്നെ എത്രയേ ഉള്ളൂ, ഒരു പാത്തേ ഉള്ളൂ അല്ലെ, ഓൺലി വൺ പാത്ത് ഫോർ കറണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് എല്ലാ റെസിസ്റ്ററിന്റെ അക്രോസ് ലഭിക്കുന്ന, എല്ലാ എലമെന്റ്സിന്റെ അക്രോസ് ലഭിക്കുന്ന അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. കറണ്ടിന് എത്ര പാത്തേ ഉള്ളൂ, ഒരു പാത്താണുള്ളൂ. ഇനി ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. അപ്പൊ R1ന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് ആണ് V1, ദെൻ R2ന് അക്രോസ് കിട്ടുന്നതാണ് V2, ദെൻ R3ക്ക് അക്രോസ് കിട്ടുന്നതാണ് V3. ഇങ്ങനെയാണ് വോൾട്ടേജ് പോകുന്നത്. അപ്പൊ കറണ്ട് സെയിം ആണ്, കറണ്ടിന് ഒറ്റ പാത്ത് മാത്രമേ ഉള്ളൂ. വോൾട്ടേജ് എങ്ങനെയാണ്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഓംസ് ലോ പ്രകാരം നമ്മളുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, V is equal to എന്താണ്, IR എന്ന്
പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓംസ് ലോ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പോ ഇവിടെ v എന്ന് പറയുന്നത് എന്താ, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? v എന്ന് പറയുന്നത് v1 പ്ലസ് v2 പ്ലസ് v3 എന്നിങ്ങനെയാണ് പോണത്. ഇപ്പൊ 3 എണ്ണാണ് വെച്ചിട്ടുള്ളത്, കുറെ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര പ്ലസ് വി എൻ എന്ന് വരെ വരും. അപ്പൊ 3 എണ്ണം വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, v1 v2 v3 എന്നിങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻ എഴുതാണല്ലോ. അപ്പൊ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം, എന്താണ്, IR എന്ന് എഴുതാം. ദെൻ v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള ഡ്രോപ്പ് ആണ് അല്ലെ? അപ്പൊ എന്തെഴുതാം, ഇതിനെ കറണ്ട് സെയിം ആയതുകൊണ്ട് I എന്ന് എഴുതാം. R1ന്റെ അക്രോസ് ആയതുകൊണ്ട് അവിടെയാണ് വ്യത്യാസം വരുന്നത്, R1 എന്ന് എഴുതാം. ഇനി R2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V2 അല്ലെ? R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V2. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, IR2 എന്ന് എഴുതാം അല്ലെ? ഇനി R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ് ആണ് V3. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, IR3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് I ആണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ തന്നെ വരും, IR is equal to I into R1 പ്ലസ് R2 പ്ലസ് R3 എന്നിങ്ങനെ വരും. സോ ഈ ഐനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എങ്ങനെ വരും, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും, R is equal to R1 പ്ലസ് R2 പ്ലസ് R3 എന്നുള്ളത് കിട്ടും. ഇതാണ് സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ്, ഈ റെസിസ്റ്ററുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് തമ്മിൽ ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി, കൂട്ടി വെച്ചാൽ മതി, സമ്മ് കണ്ടാൽ മതി അല്ലെ? അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെയും എന്താണ്, സമ്മാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ വരണത് എന്ന് മനസ്സിലായല്ലോ. ഒന്നിനെ പുറകെ ആഡ് ചെയ്യുന്നതാണ് സീരീസ് കണക്ഷൻ. ഒന്നിന്റെ എൻഡിലേക്ക് മറ്റേത് ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ കറണ്ട് സെയിം ആണ്. എന്ത് വ്യത്യാസം വരുന്നുണ്ട്, വോൾട്ടേജ് ഡിഫറൻസ് വരുന്നുണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് V is equal to V1 plus V2 plus V3 എന്നാണ് വരിക. സോ അതിനെ മാറ്റി എഴുതി നമുക്ക് ഇക്വേഷനിലെ ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, R is equal to R1 plus R2 plus R3 എന്ന് കിട്ടും. അപ്പൊ ഒരു സീരീസ് സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് R ടോട്ടൽ അല്ലെങ്കിൽ R ഈക്വലന്റ് എന്നൊക്കെ പറയാം. ആ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെയും എന്തായിരിക്കും, സം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് is equal to sum of individual resistance അല്ലെ? R1 R2 R3 n റെസിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും, എക്സെട്ര പ്ലസ് Rn എന്ന് വരും. എങ്ങനെയാണ്, ടോട്ടൽ റെസിസ്റ്റൻസ് is equal to എന്താണ്, സം ഓഫ് എന്താണ്, ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലെ? ഇനി ഇതിനെ കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഒരേ റെസിസ്റ്റൻസ് വരുന്ന n റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആണ്, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, n റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ. റെസിസ്റ്റൻസിനെയാണ് ഞാൻ R എന്ന് കൊണ്ടത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ R വാല്യൂ ഉള്ള n റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, R എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരേ വാല്യൂ ഉള്ള n എന്ന് പറയുന്നത് എനി ഇൻഡിജർ, ഏത് സംഖ്യ വേണമെങ്കിലും, ഏത് എണ്ണൽ സംഖ്യ വേണമെങ്കിലും ആവാം. അപ്പോ ഒരേ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള n റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, NR എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? ഒരേ റെസിസ്റ്റൻസ് ഉള്ള n നമ്പർ ഓഫ് റെസിസ്റ്റർ സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, n ഇൻറ്റു R, നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ ചെയ്താൽ മതി. n എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആണ്. നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ അല്ലെ? റെസിസ്റ്റൻസ്
വാല്യൂ. ഈ കേസിലെ കാര്യമാണ് പറയുന്നത്. നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 5 ഓം റെസിസ്റ്റൻസ് ഉള്ള 4 എണ്ണം എങ്ങനെ വരും? 5 ഓം റെസിസ്റ്റൻസ് ഉള്ള 4 എണ്ണം എന്ന് പറയുമ്പോൾ 4 × 5 എത്ര വരും? 20 വരും. ഇനി 6 ഓം റെസിസ്റ്റൻസ് ഉള്ള 2 എണ്ണം, 6 ഓം റെസിസ്റ്റൻസ് ഉള്ള 2 എണ്ണം പറയുമ്പോൾ എന്താണ്? 2 × 6 എത്ര വന്നു? 12 എണ്ണം. ഓക്കെ. ഇനി 25 ഓം റെസിസ്റ്റൻസിന്റെ 4 എണ്ണം സീരീസ് ആയിട്ട് വെച്ചേക്കാണ്. 25 ഓം റെസിസ്റ്റൻസിന്റെ 4 എണ്ണം സീരീസ് ആയിട്ട് വെച്ചേക്കുവാണെങ്കിൽ 25 × 4 എത്ര വന്നു? 100 ഓം എന്ന് വന്നു. അപ്പോൾ n റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എത്രയോ റെസിസ്റ്റൻസ്, n റെസിസ്റ്റൻസ്, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള n റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറയുന്നത് എന്താണ്? n × R ആണ്. n × R എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ. അപ്പൊ അതാണ് ഒരു പോയിന്റ് ഇവിടുന്ന് പഠിക്കാനുള്ളത്. പിന്നെ പറയേണ്ടതാണ് നമ്മൾ ഒരേ റെസിസ്റ്റൻസ് ഉള്ള 2 എണ്ണം, 2 റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ. 2 റെസിസ്റ്റൻസ് ഓഫ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ. ഒരേ റെസിസ്റ്റൻസ് വരുന്ന 2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് എന്താവും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്താവും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഡബിൾ ആകും. ഓക്കെ. ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2R ആണ്. അപ്പോൾ ഒരേ റെസിസ്റ്റൻസ് വരുന്ന 2 എണ്ണം, ഓക്കെ, ഒരേ റെസിസ്റ്റൻസ് വരുന്ന 2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറയുന്നത് എന്തായിരിക്കും? 2R, ഡബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, 5 ഓമിന്റെ 2 എണ്ണം, 5 ഓമിന്റെ 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഡബിൾ ആണ് ആവണത് അല്ലെ? അപ്പൊ 5 × 2 10 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ഇനി 2.5 ഓമിന്റെ 2 എണ്ണം വെച്ചിരിക്കുന്നു സീരീസ് ആയിട്ട്. 2.5 ഓമിന്റെ 2 എണ്ണം വെക്കുമ്പോൾ 5 ഓം ആണ് വരിക അല്ലെ? 2R എന്ന് പറയുമ്പോൾ 2 × 2.5 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 5 ആണ് കിട്ടുക. ഇനി 100 ഓമിന്റെ 2 എണ്ണം, അപ്പൊ എങ്ങനെ വരും? 100 × 2 അപ്പൊ എത്ര വരും? 200 ഓം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n എണ്ണം വെച്ച് കഴിഞ്ഞാൽ n × R ആണ്. നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ ആണ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സെയിം റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം സെയിം റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, സെയിം റെസിസ്റ്റൻസ് ഉള്ള 2 എണ്ണം സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഡബിൾ ആവുകയാണ് ചെയ്യുക. അതിന് നമുക്ക് 2R എന്ന് എഴുതാം. അപ്പൊ 4 ഓമിന്റെ 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 10 ഓമിന്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 20 ആണ്. അങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് ഓർത്തോളുക. പിന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. എഴുതാം, ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ എ series circuit is greater than the largest individual resistance. എന്താണ് എഴുതിയിരിക്കുന്നത്? സീരീസ് സർക്യൂട്ടിനകത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കും കൂടെയാണ് ഇത് പറയുന്നത്. ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ എ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിനകത്ത് ഇൻഡിവിജ്വൽ ഉള്ള ഓരോ റെസിസ്റ്ററിനെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാളും വലുതായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഓമിന്റെ 3 ഓമിന്റെ 5 ഓമിന്റെ റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നു, സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 1 ഓം 3 ഓം 5 ഓം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + 3 + 5 എത്രയാണ്? 9 ഓം ആണ്. സോ 9 ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ലെ? ഇവിടുത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. 5 ഓമിനേക്കാളും വലുതാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ഓം 8 ഓം 4 ഓം വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 8 4 12 10 22 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ടോട്ടൽ റെസിസ്റ്റൻസ് 22 ഓം ആണ്. ഇനി ഇവിടുത്തെ ഹയസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 10 ഓം ആണ്. അപ്പൊ 10 ഓമിനേക്കാളും വലുതാണ് എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്, ഫൈൻഡ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ട് ഓഫ് 12 ഓം 5 ഓം 2 ഓം. ഓപ്ഷൻസ് കുറെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് മിക്കവാറും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് എന്താണ് 10 ഓം 12 ഓം ദെൻ 7 ഓം പിന്നെന്താണ് 5 12 5 17 2 19 ഓം. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ട് ഓഫ് 12 5 2 എന്നുള്ള 3 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അവിടുത്തെ സീരീസ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തില് ബാക്കിയെല്ലാം ചെറുതാണ്, ഒരെണ്ണം മാത്രമേ വലുതുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. എന്താണ്? 19 ഓം ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്? ഈ ഒരു പോയിന്റ് അവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സീരീസ് സർക്യൂട്ടിനകത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനകത്തെ ഏറ്റവും ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. സീരീസ് സർക്യൂട്ടിനകത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് സീരീസ് കണക്ഷനെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത്, പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതാണ് പാരലൽ കണക്ഷൻ. ഓക്കെ, റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. അതായത് ഒരു റെസിസ്റ്റർ ഇങ്ങനെയുണ്ട്, R1 then R2 then R3. ഇതിന്റെ എല്ലാ എൻഡും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കണത്? സപ്ലൈയിലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ സപ്ലൈയിലോട്ട് കൊടുത്തിട്ടുണ്ട്? ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണ്, ഇത് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ കറണ്ട് എന്താണ്? ഇതിങ്ങനെയാണ് കറണ്ട് ഒഴുകുക. സോ ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് വന്നിട്ട് ഈ ഒരു നോഡിൽ എത്തുമ്പോഴത്തേക്കും I1 I2 I3 എന്നിങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ വരുമ്പോ പിന്നെയും അത് I ആയിട്ട് വരും അല്ലെ, കറണ്ട് ലോ പ്രകാരം. അപ്പോ ഇവിടെ എന്താണ്? മെനി പാത്ത് ഫോർ കറണ്ട്. എത്രത്തോളം റെസിസ്റ്റർ ഉണ്ടോ അത്രയും പാത്ത് കറണ്ടിന് ഉണ്ടായിരിക്കും. ഇപ്പൊ 3 റെസിസ്റ്റർ വെച്ചതുകൊണ്ടാണ് കറണ്ടിന് 3 പാത്ത് ഉണ്ടായത്. ഇവിടെ ഒരു 12 റെസിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ കറണ്ടിന്റെ പാത്ത് എത്ര എണ്ണം ഉണ്ടാവുമായിരുന്നു? 12 എണ്ണം വരുമായിരുന്നു. അപ്പൊ മെനി പാത്ത് ഫോർ കറണ്ട് ആണ്. പിന്നെ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കറണ്ട് ആണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലെ, കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? I is equal to I1 plus I2 plus I3 ആണ്. പിന്നെ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. ഓക്കെ, വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. ഓക്കെ, വോൾട്ടേജ് സെയിം ആണ്. മെനി പാത്ത് ഫോർ കറണ്ട് ഉണ്ട്, കറണ്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓംസ് ലോ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓംസ് ലോയുടെ ഇക്വേഷൻ I is equal to V by R എന്നാണ് ഓംസ് ലോ പറയണത് അല്ലെ. V by R ആണ് ഓംസ് ലോ പറയണത്. അപ്പോ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഐയുടെ സ്ഥാനത്തെല്ലാം എന്ത് ചെയ്യണം? V by R വരണം. അപ്പൊ ടോട്ടൽ കറണ്ട് I എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? V by R എന്ന് എഴുതാം. ഇനി I1 I2 I3 എന്നൊക്കെ പറയണത് ഓരോ റെസിസ്റ്ററിനും അക്രോസ് വരുന്ന കറണ്ട് ആണ്. അപ്പോ എങ്ങനെ എഴുതാം? വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് എല്ലായിടത്തും V തന്നെയാണ്. V by R1 plus V by R2 plus V by R3 എന്ന് വരാം. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും? V by R is equal to V into 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് വരും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ R is equal to 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ പാരലൽ റെസിസ്റ്റൻസിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, പാരലൽ സർക്യൂട്ടിനകത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1 by R1 is equal to 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതില് n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് വരികയാണ്. n
n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ആർ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 വെച്ചിട്ടാണ് എടുക്കുക, റെസിപ്രോക്കൽ ആണ് എടുക്കുന്നത്. 1/RT is equal to 1/R1 plus 1/R2 plus 1/R3 plus etc plus 1/Rn. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/RT ആണ്. അപ്പൊ നമ്മൾ അതിന്റെ എന്ത് ചെയ്യണം? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, ഈ സമ്മേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്താലാണ് നമുക്ക് ടി കിട്ടത്തുള്ളൂ. ഇപ്പൊ 1/RT എന്ന് പറയുന്നത് ഇത് എന്താണ്? 1/R എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് ആണ്, ജി ആണ്. അപ്പോ ജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ജിയും റെസിസ്റ്റൻസും, കണ്ടക്ടൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലെ? സോ ജി എന്ന് പറയുന്നത് എന്താണ്? 1/R ആണ്. അപ്പൊ 1/R എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടക്ടൻസ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സമ്മേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന്റെ എന്തെടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. അത് നമ്മൾ എക്സാം പോയിന്റിൽ ഇരിക്കുമ്പോൾ എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യം കൂടെയാണ്. കുറെ പേരൊക്കെ മറന്നു പോകും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പാരലൽ റെസിസ്റ്റൻസ് 1/R ചെയ്യുമ്പോൾ 1/RT ആണ് കിട്ടുക. 1/R എന്ന് പറയുന്നത് ടോട്ടൽ കണ്ടക്ടൻസ് ആണ് വരിക. ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആ റിസൾട്ടിന്റെ എന്ത് ചെയ്യണം? വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, അപ്പൊ n റെസിസ്റ്റേഴ്സിന്റെ ആണെങ്കിൽ അങ്ങനെയാണ്. ഇനി n നമ്പർ ഓഫ് സെയിം റെസിസ്റ്റൻസ് വാല്യൂ, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n എണ്ണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n എണ്ണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R/n ആണ്. എന്തായിരിക്കും? പകുതിയാകും. നേരത്തെ എന്താവുമായിരുന്നു? എന്താണ്? സോറി, ഇവിടെയല്ല, ഇതല്ല. ഓക്കെ, അപ്പോ ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n എണ്ണം നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R/n ആണ്. അതായത് ഇപ്പൊ 10 ഓമിന്റെ 5 എണ്ണം പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഓം ആയിരിക്കും. 10/5 എത്രയാണ്? 2 ആണ്. ഇനി 20 ഓമിന്റെ 4 എണ്ണം, ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 5 ഓം ആണ് വരിക. 20/4 എത്രയാണ്? 5 ആണ്. കേട്ടോ? ഇനി 4 ഓമിന്റെ 2 എണ്ണം, അപ്പൊ എങ്ങനെ വരും? 2 ഓം ആണ് വരിക. എന്താണ്? 4/2 എത്രയാണ്? 2 ഓം. ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. വലിയ വാല്യൂ ഒക്കെ വരുമ്പം ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R/n ആണ് എന്നുള്ളത് ഓർക്കുക. R/n ആണ്. ഇനി ഒരേ റെസിസ്റ്റൻസ് വരുന്ന 2 നമ്പർ ഓഫ് resistance of same resistance value, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന 2 എണ്ണം വെച്ചേക്കുവാണ്. ഒരേ റെസിസ്റ്റൻസ് വാല്യൂ വരുന്ന 2 എണ്ണം പാരലൽ ആയിട്ടാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? R/2 ആണ്. ഹാഫ് ആവാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോ 40 ഓമിന്റെ 2 എണ്ണം പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാവും? 20 ഓം ആവും. 5 ഓമിന്റെ 2 എണ്ണം പാരലൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താവും? അത് 2.5 ഓം ആവും. 2 ഓമിന്റെ 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് 1 ഓം ആവും. അപ്പോൾ എത്രയാണോ നമുക്കുള്ള റെസിസ്റ്റൻസ് വാല്യൂ, 2 എണ്ണം സീരീസ് ആയിട്ടാണ് വെച്ചേക്കണെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് വാല്യൂന്റെ നേർ പകുതി ആവുകയാണ് ചെയ്യുക. 2 നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്? പാരലൽ ആയിട്ട്, ഒരേ വാല്യൂ ഉള്ള 2 റെസിസ്റ്റർ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേർ പകുതി ആവുകയാണ് ചെയ്യുക. R/2 ആവുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി ആകെ 2 റെസിസ്റ്ററേ തന്നിട്ടുള്ളൂ. 2 റെസിസ്റ്റർ ഓഫ് വേറെ വേറെ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ, 2 റെസിസ്റ്റർ ആണ് തന്നിട്ടുള്ളത്. സെയിം വാല്യൂ എന്നല്ല, ഡിഫറെന്റ് വാല്യൂ ആണ്. ഓഫ് ഡിഫറെന്റ് R വാല്യൂ. വ്യത്യസ്ത റെസിസ്റ്റൻസ് ഉള്ള 2 റെസിസ്റ്റർ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്ത റെസിസ്റ്റൻസ് ഉള്ള 2 എണ്ണം പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ബൈ സം ആണ്. സം ഓഫ് റെസിസ്റ്റൻസ് ആണ് വരിക. പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ബൈ
സം ഓഫ് റെസിസ്റ്റൻസ്. അതെങ്ങനെയാണ്? നമുക്കറിയാം 1/RT is equal to 1/R1 plus 1/R2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? R1 plus R2 by R1 R2 എന്നാണ് വരിക. ഈ R1 plus R2 by R1 R2 എന്ന് പറയുന്നത് എന്താണ്? 1/RT ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ R is equal to എന്ത് വരും? R1 R2 divided by R1 plus R2. ഇങ്ങനെയാണ് വരിക. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്റർ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ റെസിസ്റ്ററുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം ഡിവൈഡഡ് ബൈ തുക ചെയ്താൽ മതി, പ്രോഡക്റ്റ് ബൈ സം ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനിയുള്ളതാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട്. Total resistance of a parallel circuit is smaller than the smallest individual resistance. ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും. കേട്ടോ? ഒരു പാരലൽ സർക്യൂട്ടിനകത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള റെസിസ്റ്റൻസിനകത്തെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ഇപ്പൊ റാൻഡം ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഓം, 4 ഓം, 12 ഓം ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനേക്കാളും ചെറുതായിരിക്കും? ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 2 ഓമിനേക്കാളും ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് എന്താണ്? തന്നിട്ടുള്ള ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനകത്തെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും എന്താണ്? ചെറുതാണ്. അപ്പൊ ജനറൽ ആയിട്ട് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് റെസിസ്റ്റർ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഫൈൻ. താങ്ക് യു.